ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരാൻ പോവാണ് കേട്ടോ. ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഏരിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമെന്നും കൂടി നോക്കി വെക്കാം. അവൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പിൻ ചെയ്തിട്ടാം അവളെ കമൻറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരത്ത് എത്തിയപ്പോൾ ഏകദേശം ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏത് സ്ഥലത്തേക്കാണ് പോകണമെന്ന്. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്നത് ഭൂരിപക്ഷം ആൾക്കാർ പുറത്തെ ജില്ലകളിൽ നമ്മളറിയാത്ത ആൾക്കാരാണ് കേട്ടോ. ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യണതൊക്കെ ഒരുപാട് ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണത്. അതിലൊരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു അമ്പലത്തേക്കാണ്. ഈ ഒരു അമ്പലം മാത്രമല്ല, ഒരു അമ്പലത്തേക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചിറക്കൽ ഭഗവതി ക്ഷേത്രം കേട്ടോ. ഞാൻ ഈ അമ്പലത്തിൽ ഒരു 4 തവണയായി വരുന്നത്. ഫസ്റ്റ് ഒരു തവണ ഞാൻ കല്യാണത്തിന് മുമ്പേ വന്നത്, പിന്നെ ഒരു 3 തവണ ഞാൻ വന്നത് കല്യാണത്തിന് ശേഷം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5.5 മാസമായിട്ട് വീട് എൻ്റെ അവിടെ കോട്ടപ്പടിയത്തെ വീട്, പിന്നെ ഗുരുവായൂർ അമ്പലം, എന്തെങ്കിലും സാധനം വാങ്ങാനുള്ള അങ്ങനത്തെ ഈ ഗുരുവായൂർ പരിസരത്ത് വിട്ടിട്ട് ഞാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പുറത്തേക്കൊന്ന് കുറച്ച് ദൂരത്തേക്ക് വന്നുള്ളത്. അപ്പോൾ ഈ ഒരു അമ്പലം എന്ന് വെച്ചാൽ നല്ലൊരു അമ്പലമാണ് കേട്ടോ. ഞാൻ ഈ പുറത്തത്തെ ഇവിടെ മാത്രം എടുത്തുള്ളൂ, അവിടെ ശരിക്കുള്ള നടേര അവിടെ വെച്ചിട്ടൊന്നും എടുത്തില്ല കേട്ടോ. അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീലൊന്നും ഷൂട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിറക്കൽ കാളിദാസൻ. ചിറക്കൽ കാളിദാസൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ചിറക്കൽ കാളിദാസൻ്റെ സ്വന്തം സ്ഥലമാണ് കേട്ടോ. ചിറക്കൽ കാളിദാസനെ കിട്ടുന്നത് ഇപ്പോൾ ഈ ബോർഡ് വെച്ച് എൻ്റെ ബാക്കിൽ ഞാനൊരു ഇത് കണ്ടുവിട്ടൊക്കെ കിട്ടുന്ന സ്ഥലം. ഇവിടെ ആനയില്ല ഇപ്പം എന്തായാലും. ഞാൻ ഏതോ ഒരു പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ആന ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഫ്രണ്ട് സൈഡിലാണ് അന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിറക്കൽ അമ്മേനൊക്കെ പ്രാർത്ഥിച്ചു. കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ, കാരണം നട അടച്ചിരിക്കുകയായിരുന്നു. ആ സമയമായ കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോണ സ്ഥലത്താണ് ഞങ്ങൾക്ക് ശരിക്കും വരേണ്ട സ്ഥലം. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാരണം എന്തായാലും ചിറക്കൽ അമ്മേനെ കണ്ടു തൊഴുതിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അമ്പലം കൂടി ഉണ്ട്, നമ്മുടെ നാഗത്താങ്കാവിൽ എന്ന് പറയും കേട്ടോ. അവിടേക്ക് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വഴിപാടുണ്ട് കേട്ടോ. ഞങ്ങൾ പുതിയ സ്ഥലത്തിന് ഒരു സർപ്പത്തിൻ്റെ കുഞ്ഞൊരു ദോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ഈ അമ്പലമാണ് കേട്ടോ. ഇവിടെയും ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ. ഉള്ളിലേക്ക് ഞാൻ ഫോണും ഒന്നും കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. എനിക്ക് അത് താല്പര്യമില്ല. അതുകൊണ്ടാണ്. അമ്പലം അതൊരു പവിത്രതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും കയറിയില്ല, പുറത്ത് നിന്ന് എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെയും പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ ഇട്ടു, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അങ്ങനെ നല്ല ഫീലിംഗ് ബ്ലെസ്ഡ് ആയിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം പുറത്ത് ഒരു ലോകം കണ്ടു എന്ന് പറയും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റ.